HBO പെൻഗ്വിൻ എന്ന് പറഞ്ഞ സീരീസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അതിൻ്റെ 8 എപ്പിസോഡുകളും ആദ്യ എപ്പിസോഡ് ഇറങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നല്ല ഗംഭീര സ്റ്റാർട്ടാണെന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് അതും ഐ തിങ്ക് വേറെ ഏതൊരു സീരീസും കൂടി അതിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗാധ, മറ്റേ മാർവലിൻ്റെ അഗാധ, അത് പിന്നെ ഞാൻ അതോടെ നിർത്തി. ഫുള്ള് കാണാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാധനം പിന്നെയും ഓരോ എപ്പിസോഡുകൾ ഇറങ്ങുമ്പോഴും കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ 8ാമത്തെ എപ്പിസോഡുകളും കഴിഞ്ഞ് ആ ഒരു ഫുൾ സീസണൊന്ന് ആലോചിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദിസ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ഓഫ് 2024. കിഡിലായിട്ട് ചെയ്തിട്ടുള്ള സാധനം. ഇതൊരു ഓവർ ദി ടോപ്പ് ആക്ഷനുള്ള, ഇപ്പോൾ നമ്മൾ സാധാരണ ബാറ്റ്മാൻ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമേ അല്ല, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. പെൻഗ്വിൻ എന്ന ഒരു ക്യാരക്ടർ ആർക്കാണ് നമുക്കിത് കാണാൻ സാധിക്കുക. അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓവർ ദി ടോപ്പായിട്ടൊന്നും ചെയ്യാതെ പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ഒരു DC ഷോ ആണെന്ന് പോലും നമ്മൾ പല സ്ഥലത്തും മറന്നു പോകുന്നത്. കാരണം ഒരു സൂപ്പർ ഹീറോ ഫീൽഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുടെ വേൾഡിൽ നടക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു പരിപാടിയല്ല, ഇതൊരു പക്ക ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ഡ്രാമ സീരീസ് കാണുന്നൊരു മോഡിലായിരിക്കും നമ്മളിത് കാണുക. എൻ്റയർലി ആ ഒരു ക്യാരക്ടേഴ്സിൽ ഇൻവെസ്റ്റഡ് ആയിട്ട്. പ്രത്യേകിച്ച് ഇതൊരു ആൻറ്റി ഹീറോയും അല്ല, ഇതൊരു വില്ലൻ ക്യാരക്ടറുടെ നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ ആർക്കാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ള സീരീസാണ്. എന്നിട്ട് പോലും നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കും ചെറിയ രീതിയിലെങ്കിലും ജസ്റ്റിഫൈ ആയില്ലെങ്കിലും ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു ഇമോഷണലി കണക്ട് വരുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ എന്താവുന്നത് നമുക്ക് അറിയണം എന്നുള്ളൊരു മോഡിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതിൽ ഇതിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കിടിലായിട്ട് ചെയ്തതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒരു രക്ഷയില്ല, ഹെവി വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ ഈ പെൻഗ്വിൻ അല്ലെങ്കിൽ ഓസ് എന്നൊരു ക്യാരക്ടർ കൂടാതെ അതിൽ വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പെൻഗ്വിൻ അമ്മയായിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്, അത് കിടിലൻ ക്യാരക്ടറായിരുന്നു. നമ്മുടെ വിക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പയ്യൻ്റെ ക്യാരക്ടർ ഉണ്ട്, പൊളി സാധനമാണ്. ആളെ ഇടയ്ക്ക് വരുന്ന കുറേ അടിപൊളി സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത സീക്വൻസുകളൊക്കെയാണ് ഒരു ക്യാരക്ടർ കയറി വന്നത്, കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. സോ അതും ഒരു ഗംഭീര ക്യാരക്ടറായിരുന്നു പറയും. ഇത് കൂടാതെ ഈ സീരീസിൽ ഓസിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ഗംഭീര ക്യാരക്ടറാണ് സോഫിയ. ആ ഒരു ക്യാരക്ടറിന് ഇവർക്ക് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത സീസൺ വരികയാണെങ്കിലും അടുത്ത സിനിമ വരികയാണെങ്കിലും ഈ ഒരു വേൾഡ് എക്സ്പാൻഷനിൽ ആ ഒരു ക്യാരക്ടർ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു വേൾഡ് എക്സ്പാൻഷൻ ആവുന്ന ഒരു വേർഡിന് നല്ലൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു പെൻഗ്വിൻ എന്ന സീരീസ് പറയാം. കാരണം ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള സാധനത്തിന് സ്പിൻ ഓഫ് പോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സാധനം. ഇത് ആദ്യം ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സീരീസിനൊക്കെ വേണമെങ്കിൽ ഒരു അരമണിക്കൂറുള്ള ഒരു ഷോർട്ട് ഫിലിം പോലെയോ ഒരു ചെറിയ എപ്പിസോഡ് പോലെയൊക്കെ ചെയ്ത് നിർത്താൻ പറ്റുള്ള ഈ ഒരു ക്യാരക്ടറിന് വെച്ച്. കാരണം അത്ര വലിയൊരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല ആ ഒരു ബാറ്റ്മാൻ എന്ന സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച്. പക്ഷേ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ബാക്ക് സ്റ്റോറി എല്ലാം കൂടി സെറ്റ് ചെയ്ത് ആ ഒരു പവർ ഹൈറാർക്കി ഉണ്ടല്ലോ, അതെങ്ങനെ ആ ഒരു പിടിച്ചെടുക്കാനുള്ള അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ്, അതിൻ്റെ ആ ഒരു ഹൈറാർക്കി മുഴുവനായിട്ട് കാണിച്ചു തരിക, അതൊക്കെ ഒരു നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സാധനമാണ്. ഇതിൽ ഒരു സ്ഥലത്ത് പോലും അവസാനത്തെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ പല റീലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷോട്ട്, അത് സ്പോയിലറാണ്, എന്നാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ ഒരു സീക്വൻസിൽ ഒരു സ്പോട്ടിൽ പോലും ബാറ്റ്മാൻ്റെ ഒരു റെഫറൻസ് പോലും ഇല്ല. പലരും ഈ സീരീസ് ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ഇപ്പോൾ ബാറ്റ്മാൻ വരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പൂർണ്ണ നിരാശയായിരിക്കും. ഒരു പേര് പോലും പറയില്ല, ഒരു റെഫറൻസ് പോലും ഇല്ല. കാരണം ഇത് ആ ഒരു ക്യാരക്ടറിന് ബേസ് ചെയ്തിട്ടല്ല. ദിസ് സീരീസ് കംപ്ലീറ്റ്ലി ഫോർ പെൻഗ്വിൻ എന്നൊരു ക്യാരക്ടർ എന്നത് സിനിമ അല്ലെങ്കിൽ ഈ സീരീസ് കാണുന്ന എല്ലാവർക്കും തന്നെ ആദ്യ എപ്പിസോഡ് മുതലേ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ശരിയാക്കി തരാവുന്ന രീതിയിൽ അത് മറന്നേ പോയി. ഈ പടത്തിൻ്റെ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നേ പോകും. അവസാനത്തെ ആ സീക്വൻസ് വരുന്ന സമയത്ത് മാത്രം ഓക്കെ ഇതെന്തായിരുന്നല്ലോ, ഇനി വരണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കുക. സോ ആ രീതിക്ക് പ്രോപ്പർലി എഴുതിയിട്ടുള്ള നല്ലൊരു ഒരു വേൾഡ് ബിൽഡിങ്ങിന് പറ്റിയ ഒരു മികച്ച സ്പിൻ ഓഫ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന പെൻഗ്വിൻ എന്ന സീരീസ് പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ഭയങ്കര മാരക സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോരുത്. ഒരു ക്യാരക്ടർ ഡ്രിവണായ ക്യാരക്ടർ ആർക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സീരീസാണ്. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് എന്ന് പറയാം. ഇപ്പോൾ DC അല്ലെങ്കിൽ മാർവൽ DC സാധനങ്ങളൊന്നും അല്ലെങ്കിൽ സൂപ്പർ ഹീറോ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിലും ബാറ്റ്മാൻ എന്ന ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡലുള്ള സാധനമാണ്, അല്ലാതെ ആ ഒരു സൂപ്പർ ഹീറോ മോഡലുള്ള ഒരു പടമല്ല. അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഒരു സീരീസാണ് പെൻഗ്വിൻ. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. സോ ഇതേപോലെ തന്നെ ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡിന് വേണമെങ്കിൽ ബെറ്റർ കോൾ സോൾ ഒരു നല്ല സ്പിൻ ഓഫ് സീരീസാണെന്ന് പറയും. ഇതുപോലെ വളരെ ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ. പല സമയത്തും ബെറ്റർ കോൾ സോളാണ് ബ്രേക്കിംഗ് ബാഡിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് പല സമയത്തും ഇഷ്ടപ്പെട്ടത്. അതിൻ്റേതായ കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് ഇഷ്ടമല്ല എന്നല്ല. അതുപോലെ തന്നെ പെൻഗ്വിൻ എന്ന സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ആ സിനിമയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ഇഷ്ടമായി ഈ സീരീസാണ്.
സോ അത് ഓരോരുത്തർക്കും അവരവരുടെ പേഴ്സണൽ ഇഷ്ടമായിരിക്കും. സോ ഇതേപോലെ പെൻഗ്വിൻ എന്ന സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.